മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ, ഈ ഉമ്മത്തിന്റെ തുടക്കം ഏതൊന്നുകൊണ്ടാണോ നന്നായത് അതുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്തിന്റെ അവസാനവും നന്നാവുകയുള്ളൂ. ആ സുന്നത്ത്, ആ ഖുർആനിലേക്ക്, ആ ഹദീസിലേക്ക്, ആ ഖുർആനും ഹദീസും എപ്രകാരമാണോ സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനങ്ങൾ ദീന് പഠിക്കുക എന്നുള്ളതാണ്, മതം പഠിക്കുക എന്നുള്ളതാണ് സലഫിയത്തിന്റെ അടിസ്ഥാനവും. പള്ളികൾ, നമ്മുടെ മസ്ജിദുകൾ ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം. പൊതു പ്രഭാഷണങ്ങൾക്കും അതിനപ്പുറം ദീൻ പഠിക്കാൻ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ദീനിനെ, യഥാർത്ഥ ദീനിനെ പഠിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു ആയത്തൊരാൾ പറയുന്ന കേട്ടാല്, ഒരു ഹദീസ് പറയുന്ന കേട്ടാല് ഒരു തിരിച്ച് ചോദിക്കാം, സ്വഹാബാക്കൾ ഇങ്ങനെയാണോ ആയത്തെന്ന് മനസ്സിലാക്കിയത്? അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു? ഓരോ കർമ്മങ്ങളും, ഓരോ വിഭാഗങ്ങളും, അവരുടെ വാദങ്ങളും നമ്മൾ എടുക്കുക, എന്നിട്ട് സ്വഹാബാക്കളിലേക്ക് താരതമ്യപ്പെടുത്തി അവരിതിനങ്ങനെ മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കുക. അവരേതൊരു രീതിയിലാണോ പടച്ചിറപ്പിന്റെ തൃപ്തി വാങ്ങിയത്, അവരേതൊരു സ്വർഗത്തിലേക്കാണോ ആനയിക്കപ്പെട്ടത്, ആ സ്വർഗത്തിലേക്ക് നമ്മൾക്കെത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അത്തരത്തിൽ ജീവിക്കുക. പടച്ചിറപ്പ് അതനുസരിച്ച് ജീവിക്കാനും ആ ഖുർആനും സുന്നത്തും സ്വഹാബാക്കൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.